ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്ക് എടുക്കേണ്ടത് പേജ് നമ്പർ 150 ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. എ ലിക്വിഡ് കണ്ടെയ്ൻസ് 7 liter of water and 8 liter of acids. More acid is added to it. The relation between the amount of acid added and the change in percentage of acid in the liquid. Question വായിച്ചിട്ട് മനസ്സിലായോ? നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ചെയ്യുന്നതാണ്. കുറേ നിങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് സൊല്യൂഷൻ? സൊല്യൂട്ടും സോൾവെന്റും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് സൊല്യൂഷൻ. എന്താണ് സൊല്യൂട്ട്, ഏതാണ് സോൾവെന്റ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം സൊല്യൂട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൊല്യൂട്ടിൽ സോൾവെന്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ സൊല്യൂഷനാണ് നിങ്ങൾക്ക് ഇവിടെ അങ്ങനെയുള്ള ആ മെത്തേഡ്. അതായത് എങ്ങനെയാണ് സൊല്യൂഷൻ ഫോം ചെയ്യുന്നത് മനസ്സിലായിട്ടെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ ഒരു ലിക്വിഡാണ്, കണ്ടെയ്ൻസ് 7 liter ഓഫ് വാട്ടർ ആണ്. വാട്ടർ 7 liter, 8 liter ഓഫ് ആസിഡ്. 8 liter ഓഫ് ആസിഡ്. വാട്ടറുണ്ട്, ആസിഡും, ആ രണ്ടും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഒരു ഇതിലാണെങ്കിൽ എത്രയാണ്? 7 liter വാട്ടർ ഉണ്ട്, 8 liter ആസിഡ് ഉണ്ട്. ടോട്ടൽ എത്ര വരും? 15 ആണ് വരിക. 15 liter ആണ് വരിക. ഇപ്പൊ സൊല്യൂഷൻ കിട്ടി 15 liter. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് മോർ ആസിഡ് ഈസ് ആഡഡ് ടു ഇറ്റ്. എത്രയാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ആസിഡിന്റെ അമൗണ്ട് എന്തായിട്ട് എടുക്കുക? എക്സ്. വാട്ടർ ആസിഡ് ആഡ് ചെയ്ത വാട്ടറാണ്. അതായത് ആഡ് ചെയ്ത ആസിഡ് എത്രയാന്ന് അറിയാത്തത് കൊണ്ട് amount of acid added to the solution, added to the liquid solution അല്ലെങ്കിൽ ലിക്വിഡ് എന്തായിട്ട് എടുക്കാം? എക്സ് ആക്കി എടുക്കും. നമ്മൾ അൺനോൺ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ആസിഡ് എക്സ് ആക്കി എടുക്കും. അപ്പൊ ഞാൻ ഇതിലേക്ക് എക്സ് ആസിഡും കൂടെ ആഡ് ചെയ്യും. അപ്പൊ എക്സ് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡും എന്തായിട്ടുണ്ടാവും? കൂടിയിട്ടുണ്ടാവും. എത്ര ആഡ് ചെയ്യേണ്ടി വരും? എക്സ് ആഡ് ചെയ്യും. ടോട്ടൽ അപ്പൊ എത്രയായി? 15 പ്ലസ് എക്സ് ആണ്. ടോട്ടൽ എമൗണ്ട് ഓഫ് ലിക്വിഡ് 15 പ്ലസ് എക്സ്. ഇനി ക്വസ്റ്റ്യനില് ദ ചേഞ്ച് ഇൻ ദ പെർസെൻറ്റേജ് ഓഫ് ആസിഡ് ഇൻ ദ ലിക്വിഡ്. അതായത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ ചേഞ്ച് ഇൻ ദ പെർസെൻറ്റേജ് ഓഫ് ആസിഡ് ഇൻ ദ ലിക്വിഡ്. എത്രയാണ് ആസിഡ് ചേഞ്ച് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് ആദ്യം ആസിഡിന്റെ പെർസെൻറ്റേജ് നോക്കാം. ആസിഡ് എത്രയായിരുന്നു? ആസിഡിന്റെ പെർസെൻറ്റേജ് എത്രയായിരുന്നു? ഫസ്റ്റ് ആസിഡിന്റെ പെർസെൻറ്റേജ് കാണാൻ നിങ്ങൾ എന്താ ചെയ്യാം? ഏതിൻ്റെ ആണൊപ്പം മാർക്കാണെങ്കിൽ ഇംഗ്ലീഷിലെ മാർക്കിന്റെ പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യും? ഇംഗ്ലീഷിൽ ഇപ്പം 80ൽ 50 ആണ് കിട്ടിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറാണ്, അല്ലെങ്കിൽ 100ൽ 50 മാർക്ക് കിട്ടി, അല്ലെങ്കിൽ 45 മാർക്ക് കിട്ടി. ആ 45 മാർക്കാണ് ഇംഗ്ലീഷിലെങ്കിൽ നിങ്ങളെ പെർസെൻറ്റേജ് കാണാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റും. 49 ബൈ ടോട്ടൽ 100 ആണ്, ഇൻറ്റു 100 ചെയ്താൽ മതി. പെർസെൻറ്റേജ് ഓഫ് ആസിഡ് എന്തായിരിക്കും? പെർസെൻറ്റേജ് ഓഫ് ആസിഡ് ഫസ്റ്റത്തെ കേസിൽ 8 ആണ് ഫസ്റ്റത്തെ, ബൈ ടോട്ടൽ 15 ഇൻറ്റു 100 ആണ്. അപ്പൊ അത് ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആസിഡിന്റെ പെർസെൻറ്റേജ് കിട്ടും. ഇവിടെ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണത് നോക്കാം. എത്രയാണ്? 3, 5, 20 ആണ്. 160 by 3, 5, 10ൽ 3.33% ആണ് വരുന്നത്. പക്ഷെ നമ്മളോട് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. നമ്മളോട് എന്താ ചോദിച്ചത്? ചേഞ്ച് ആണ്. ചേഞ്ച് എത്രയാണ്? ഇവിടെ ആസിഡിന്റെ ചേഞ്ച് എത്രയാണ്? ആസിഡ് എത്രയാണ്? ആസിഡിന്റെ പെർസെൻറ്റേജ് എത്രയാണ്? ഇവിടെ ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് നമ്മളോട് ചോദിച്ചിട്ടില്ല. നമുക്ക് എത്ര ചേഞ്ച് ആയി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ്. അപ്പൊ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് amount ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരിക? 8 പ്ലസ് എക്സ് ആണ്. ടോട്ടൽ എത്രയാ? 15 പ്ലസ് എക്സ്. അല്ലെങ്കിൽ ടോട്ടൽ
amount of liquid 15%. Percentage of acid. Percentage of acid. എന്താ ആസിഡിന്റെ പെർസെൻറ്റേജ് കാണാൻ എത്രയാണോ ആസിഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. അപ്പൊ അങ്ങനെയുണ്ട് എഴുതി വെച്ചാൽ മതി. ചേഞ്ച് ചെയ്ത പെർസെൻറ്റേജ് എന്തായിരിക്കും 8+x by 15+x into 100. അതാണ് ചേഞ്ച് ചെയ്തത്. ഇപ്പൊ എക്സ് എമൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പെർസെൻറ്റേജ് എന്തായി മാറും? എമൗണ്ട് ഓഫ് ആസിഡും മാറും, ടോട്ടലും മാറും. 8+x by 15+x into 100 ആണ് ചേഞ്ച് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ആസിഡ്. ക്ലിയർ ആയില്ലേ? അപ്പൊ പെർസെൻറ്റേജ് കാണാൻ പഠിക്കാം. എന്താണോ അത് ബൈ ടോട്ടൽ ഇൻറ്റു 100 ആണ് ആസിഡിന്റെ. പിന്നെ സൊല്യൂഷൻ കാണുമ്പോഴും ഒക്കെ ഒന്ന് നോക്കുക എങ്ങനെയാണ് ചെയ്യേണ്ട രീതിയെന്ന് മനസ്സിലാക്കുക. പേജ് നമ്പർ 150 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. 2 poles of height 3 meters and 4 meters are erected upright on the ground 5 meters apart. A rope is to be stretched from the top of the pole to same point on the ground and from there to the top of the other pole. Question: the relation between the distance of the point on the ground from the foot of a pole and the total length of the rope. പോളിന്ന് ഫൂട്ടിന്റെ അവിടുന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും പിന്നെ ലെങ്ത് ഓഫ് ദ റോപ്പും കണ്ടുപിടിക്കണം. 2 കണ്ടുപിടിക്കാണ്ട്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ച് നമ്മൾ റഫ് ഫിഗർ ക്വസ്റ്റ്യൻ തന്നില്ലെങ്കിൽ ഒന്ന് വരയ്ക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിഗർ തന്നില്ലെങ്കിലും നിങ്ങൾ വരച്ച് പഠിക്കുക. അതിനു വേണ്ടി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഫിഗർ വരയ്ക്കുക. 2 പോൾ ഇങ്ങനെയാണ്. 3 meter and 4 meter are erect upright. അപ്പോൾ നിങ്ങൾ 3 മീറ്ററിൻ്റെയും 4 മീറ്ററിൻ്റെയും ഒരു റോപ്പ് ഗ്രൗണ്ടിൽ 3 meter and 4 meter. ഇനി അടുത്ത സെന്റൻസിൽ എന്താ പറഞ്ഞത്? അപ്രൈറ്റ് ഓൺ ദ ഗ്രൗണ്ട് 5 meter apart. 5 meter ആണ് ഡിസ്റ്റൻസ്. 2 പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 meter ആണ്. The rope to be stretched from the top of the pole to the same point. ആ ടോപ്പിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ്, നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്ന വെച്ചാൽ ആ പോയിന്റിലേക്കും അതുപോലെ ഇതിന്റെ ടോപ്പ് ഈ സെയിം പോയിന്റിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? സ്ട്രെച്ച് ഫ്രം ദ ടോപ്പ് ടു ദ സെയിം പോയിന്റ്. ഇനി നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഫസ്റ്റ് ഫൂട്ടിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും കാണണം, ലെങ്ത് ഓഫ് ദ റോപ്പും കാണണം. അപ്പൊ ലെങ്ത് ഓഫ് ദ റോപ്പും കാണാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം, പേര് കൊടുത്തില്ലെങ്കിലും ചെയ്യാം. A, B, C, D are 2 ropes. A, B and C, D are 2 poles. Stretch to the point E. E എന്ന പോയിന്റിലേക്കാണ് സ്ട്രെച്ച് ടൈറ്റ് ആയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് 5 ആയതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് എക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഫസ്റ്റ് പോളിന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിട്ട് എടുത്തു? എക്സ് ആക്കി എടുത്തു. അപ്പോൾ അത് അവിടെ എഴുതി വെക്കാം. ഡിസ്റ്റൻസ് ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ഫസ്റ്റ് പോൾ ടു ദ പോയിന്റ് എക്സ്. ഡിസ്റ്റൻസ് ഫ്രം ദ ഫൂട്ട് ഓഫ് ദ സെക്കൻഡ് പോൾ ടു ദ പോയിന്റ് 5 minus x. അപ്പോൾ ഫസ്റ്റ് പോളിനുള്ള ഡിസ്റ്റൻസ് എക്സ് ആക്കി എടുക്കാം. സെക്കൻഡ് പോളിന്റെ ഫൂട്ട് എന്ന പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് എന്തായിട്ട് എടുക്കാം? 5 minus x എഴുതി വെക്കാം. എന്താണ്? ലെങ്ത് ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ഫസ്റ്റ് പോൾ ടു ദ പോയിന്റ് ഇ എക്സ്. അതുപോലെ ഡിസ്റ്റൻസ് ഫ്രം ദ ഫൂട്ട് ഓഫ് ദ പോൾ second pole to the point E
5 മൈനസ് 6 എന്ന് എഴുതാം. ടോട്ടൽ 5 ആയതുകൊണ്ട് എക്സ് ഇവിടെ വരെ എടുത്താൽ ഇതെന്തായിരിക്കും 5 മൈനസ് 6 എന്ന കണ്ടീഷൻസ് എഴുതിയിരിക്കും. അപ്പൊ എക്സ് ആക്കി എടുത്തത് ഫസ്റ്റ് പോളിന് ഫൂട്ടിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും ടോട്ടൽ ഡിസ്റ്റൻസ് 5 ആയതുകൊണ്ട് സെക്കൻഡ് പോളിന്റെ ഫൂട്ടിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായി മാറും 5 മൈനസ് 6. അപ്പൊ നമുക്ക് എക്സ് കിട്ടിയാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യം ഹൈറ്റ് ഓഫ് ദ പോളാണ് അറിയുന്നത്. ഇനി നിങ്ങളോട് കാണേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇനി ഏതാ വേണ്ടത്? ലെങ്ത് ഓഫ് ദ റോപ്പ്, അതിന്റെ റിലേഷനും കാണണം. അപ്പൊ ഇത് നിങ്ങൾ ആദ്യം ഈ എ കണ്ടുപിടിക്കാം. എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഹൈപ്പോട്ടനീസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ഹൈപ്പോട്ടനീസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. എ സ്ക്വയർ കിട്ടി. പക്ഷെ നമുക്ക് ലെങ്ത് ആണ് ചോദിച്ചത്. എ കാണാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 9 എ. അതുപോലെ സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളില് ബേസും അറിയാം ഹൈറ്റും അറിയെങ്കിൽ ഹൈപ്പോട്ടനീസ് കാണാം. അതായത് സി ഇ സ്ക്വയർ. സി ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് 5 മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്യാം. നേരത്തെ മാതിരി എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് ചെയ്യാം. ഫസ്റ്റ് സ്ക്വയർ ചെയ്ത് 25. സ്റ്റെപ്പ് കുറയ്ക്കണം, പറഞ്ഞ് പഠിക്കാം. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇടുക. എന്താ ഞാൻ പഠിപ്പിച്ചത്? 2 ടേംസിന്റെ പ്രോഡക്റ്റ് 5x 5 into x 5x, അതിന്റെ ഡബിൾ 10x പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 6. എഴുതണമെന്നില്ല, ഇങ്ങനെ തന്നെ എഴുതിയിട്ട് റൂട്ട് ഇട്ടാലും മതി. ഒന്ന് ചെയ്ത് നോക്കുക. ആദ്യം എക്സ് സ്ക്വയർ എഴുതാം, പിന്നെ എക്സിന്റെ ടേം എഴുതാം, 25 16 കൂടെ എഴുതാം, 14. സി സ്ക്വയർ ആണിത്. അപ്പൊ സി എന്തായിരിക്കും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 41. ലെങ്ത് ഓഫ് ദ റോപ്പ്. ലെങ്ത് ഓഫ് ദ റോപ്പ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാം, രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഫസ്റ്റ് എത്രയായിരുന്നു? എ പ്ലസ് സി ഇ ആണ്. എ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 9ഉം സി ഇ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 41. അല്ലെങ്കിൽ ഇത് എഴുതാൻ മതി 5 മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് 16. ഇപ്പൊ ലെങ്ത് ഓഫ് ദ റോപ്പ് ഓരോ റോപ്പിന്റെയും ലെങ്ത് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ. അപ്പൊ ആദ്യം നിങ്ങൾ ഫൂട്ട് ഓഫ് ദ ഡിസ്റ്റൻസ് എക്സ് ആക്കി എടുക്കുക. അപ്പൊ ഇവിടെ നിന്നിട്ടുള്ള ഡിസ്റ്റൻസ് എന്തായി മാറും? 5 മൈനസ് 6 ആവും. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉപയോഗിച്ച് ഹൈപ്പോട്ടനീസ് കാണുമ്പോൾ ലെങ്ത് ഓഫ് ദ റോപ്പ് എ കാണും. ബാക്കി ലെങ്ത് സി കാണാൻ വീണ്ടും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുക ചെയ്യുക. ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോപ്പ് കാണാൻ രണ്ടും കൂടെ ആഡ് ചെയ്യുക.